6/2/2025 ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് DHSന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ശ്രീ എളമരം കരീം JPHന്മാരെ വളരെ നികൃഷ്ടമായി അവഹേളിച്ചതിനെതിരെയാണ് JPHന്മാർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരവുമായി വരാൻ നിർബന്ധിതരായത്. 2008 അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ ആരോഗ്യ മേഖലയിൽ വന്ന് മാതൃശിശു പരിപാലനം എന്ന ഒരു ജോലി മാത്രമായിരുന്നു ആശമാർക്കുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു രീതിയിലും മുൻനിരയിൽ വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഇവരെ JPHന്മാർ നൽകിയ പല ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളിലും കൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇവർ വളർന്നത്. ഇത് മറന്നിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങളെ ഒരു അവഹേളന പാത്രമായി അവർ കണ്ടത്. ഇവരുടെ ഓണറേറിയം ഈസിമാൻ സോഫ്റ്റ്വെയറിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്. സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് 57 ഹെഡുകളിലായിട്ടാണ് ഇവരുടെ ഓണറേറിയം, ഇൻസെൻറ്റീവ് എന്നിവ നൽകുന്നത്. ഓരോ ഹെഡിനും അനുബന്ധ രേഖകൾ നൽകണം. അനുബന്ധ രേഖകൾ ഇല്ലാതെ ഇൻസെൻറ്റീവോ ഓണറേറിയമോ നൽകിയാൽ ആയതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും JPHന്മാർക്ക് ആണെന്നിരിക്കെയാണ് അവരുടെ വേതനം വെട്ടിക്കുറച്ചു എന്നാരോപിച്ച് പൊതുവേദിയിൽ ഞങ്ങളെ പരിഹസിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതര വിഭാഗം ജീവനക്കാരുടെ മറ്റ് ജോലിഭാരവും കൂടെ കൂടിയതിനാലാണ് അവർക്ക് രേഖകൾ നൽകാൻ കഴിയാത്തത്. കൂടാതെ പഞ്ചായത്തുകൾ നൽകുന്ന പല ജോലികളും ആശമാർ ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഈസിമാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുവരെ ഞങ്ങൾ നിസ്സഹകരണത്തിലേക്കെന്നും പൊതുവേദിയിൽ പരിഹസിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധം KG JPHN ആൻഡ് DSU അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ആശമാരുടെ ഇൻസെൻറ്റീവ് ഓണറേറിയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് അവരുടെ റിപ്പോർട്ടുകൾ എൻട്രി ചെയ്ത് കൊടുക്കപ്പെടുന്നത്. അത് JPHന്മാർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 57 ക്രൈറ്റീരിയ ഉണ്ട്. ഓണറേറിയത്തിൽ മാത്രം സംബന്ധിച്ചിട്ടൊരു 10 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ 10 ജോലികൾ ചെയ്ത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ JPHൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇൻസെൻറ്റീവ് ഓണറേറിയം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ നിർദ്ദേശം. അതിനായിട്ട് നമ്മുടെ NHM നാഷണൽ ഹെൽത്ത് മിഷൻ സമയാസമയങ്ങളിൽ സർക്കുലറുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ ആ സർക്കുലർ പ്രകാരമാണ് ഇൻസെൻറ്റീവും ഓണറേറിയവും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അപാകതകളുണ്ട്. ഈ തരുന്ന സർക്കുലറുകളിലുള്ള അവ്യക്തത മൂലം പലപ്പോഴും പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. മാത്രവുമല്ല ചില ആശാപ്രവർത്തകർ ഈ പറയുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഏൽപ്പിക്കാൻ തയ്യാറാകുന്നതുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് JPHൻ്റെ കയ്യിൽ നിന്ന് ലയബിലിറ്റി വരികയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ എൻട്രി ഞങ്ങൾ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശമാരുടെ ഫസ്റ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് JPHന്മാരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ അവലോകന യോഗങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈസിമാൻ സോഫ്റ്റ്വെയർ എൻട്രിയിൽ നിന്ന് വിട്ടുനിൽക്കും. അവരുടെ റിപ്പോർട്ടുകൾ ഞങ്ങൾ കൈപ്പറ്റില്ല. ഈ 10-ാം തീയതി മുതൽ 10/2/2025 മുതൽ കൈപ്പറ്റില്ല എന്ന് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വർഷങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലരെങ്കിലും എല്ലാവരും അല്ല, അവർക്ക് നല്ല വർക്ക് ലോഡുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരെ നല്ലതുപോലെ മനസ്സിലാക്കിയത് ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരാണ്. ഫസ്റ്റ് സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ജോലിഭാരം ഞങ്ങൾക്കറിയാം. അവർക്ക് എന്ത് ആനുകൂല്യം കിട്ടുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. പക്ഷെ ചിലരെങ്കിലും, വളരെ കുറച്ച് പേരെങ്കിലും ഒരു ജോലിയും എടുക്കാതിരിക്കുകയും അവർ ഓണറേറിയത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുകയും ചെയ്യും. എന്നാൽ അവർ ആ സപ്പോർട്ടിങ് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും ഞങ്ങൾക്ക് സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഇവർക്ക് ഓണറേറിയം കൊടുത്തു കഴിഞ്ഞാൽ അത് JPHൻ്റെ കയ്യിൽ നിന്ന് ലയബിലിറ്റി ആയിട്ട് പിടിച്ച് JPHൻ്റെ കയ്യിൽ നിന്ന് ആശമാർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാലും അത് JPHൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് ആശമാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആ ഒരു ദുരിതത്തിൽ നിന്ന് അതിനൊരു ഈ സർക്കുലറുകളിലുള്ള അവ്യക്തത മാറ്റി സുഗമമായി പോകുന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എൻട്രിയിൽ ഞങ്ങളുടെ പേര് വെച്ചിട്ടാണ്, JPHൻ്റെ പേര് വെച്ചിട്ടാണ് പോകുന്നത്. JPHന് മാത്രം ചെയ്യത്തക്ക രീതിയിലാണ് പോകുന്നത്. പക്ഷെ അതിലൊരു അപാകത ഉള്ളത്, ഈസിമാനിൽ ഒരു അപാകതയുള്ളത്, നമുക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് ആ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് അതറിയാവുന്ന ആർക്കും അതിൽ കയറി
തിരുത്തലുകൾ വരുത്താൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. PROമാർ എന്തെങ്കിലും JPHന്മാരോട് എന്തെങ്കിലും തർക്കമുള്ള PROമാരും ഇവരും കൂടെ കൂടി ചേർന്നിട്ട് JPHN ചെയ്തിരിക്കുന്ന ഡേറ്റയെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം JPHN ചെയ്തില്ല എന്ന് വരുത്തി തീർക്കുകയും അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര ദിവസം ചെയ്തിരിക്കണം, അത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പ് അവരത് ഡിലീറ്റ് ചെയ്തിട്ട് JPHN ചെയ്തില്ല എന്ന് വരുത്തി തീർക്കുകയും ആ ഒരു ആശയ്ക്കുള്ള ഇൻസെൻറ്റീവ് മൊത്തം ഓണറേറിയം മൊത്തം JPHന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാറണം. ഇപ്പോൾ JPHന്മാരുടെ കയ്യിൽ കൂടിയാണ് ഈസിമാൻ പോകുന്നതെങ്കിലും ഈസിമാൻ പരിഷ്കരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഈ ഡേറ്റ എൻട്രി ചെയ്യുന്ന ആളിന് OTP വന്ന് OTP വരത്തക്ക രീതിയിൽ പരിഷ്കരിച്ച് തരണം എന്നും കൂടെയാണ് ആവശ്യം.